ലോകത്തൊരുപാട് കാലില്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, ലോകത്തൊരുപാട് കൈയില്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, ഒരുപാട് ബുദ്ധിമാന്ദ്യമുണ്ട് എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ടല്ലോ. അവരൊക്കെ ഉണ്ടായതിന്റെ പേരിൽ രക്ഷപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട്, എത്ര മനുഷ്യന്മാരെ കാണാനുണ്ട്. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതൊന്നും ഉണ്ടാകൂല എന്നാണോ നീ മനസ്സിലാക്കിയത്? ഞാൻ ഈ അടുത്തൊരു മുതലാളി വിളിച്ചിട്ട് അയാളെ വീട്ടിലേക്ക് ചെന്നപ്പോ അയാൾ കൈപിടിച്ചിട്ട് സങ്കടത്തോടെ പറഞ്ഞത് എന്താണ് എന്നറിയോ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാ, ഒരു തകരാറും ഉണ്ടായിരുന്നില്ല. ആ മകൾ ഒരു ദിവസം അതാ തലച്ചോറിലേക്ക് പനി ബാധിച്ചു പോയി. ഇപ്പതാ ഒരു ചെറിയ അശ്രദ്ധ പോലെ, ചെറിയ മുന്തിമാന്ദ്യമുള്ളത് പോലുള്ള കളിയാണ്. അവളാണ് എന്റെ ജീവിതത്തിൽ എല്ലാ നിയമത്തിന്റെയും കാരണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മോനെ. ഈമാനുള്ള മുഅ്മിനീങ്ങൾ അങ്ങനെയാണല്ലോ. അതേ സ്ഥാനത്ത് എന്തെങ്കിലും അംഗവൈകല്യോ എന്തോ പ്രയാസം ഉണ്ടായ മുറിച്ചു കളയാന്ന് പറയുന്ന സ്വഭാവം അത് അമേരിക്കക്കാരന്റെ സ്വഭാവമാണ്, പാശ്ചാത്യൻ ചിന്തക്കാരന്റെ സ്വഭാവമാണ്. അതുപോലുള്ള ദീനില്ലാത്തവന്റെ ചിന്താഗതിയാണ്, അള്ളാഹനെ ഓർമ്മിക്കാത്ത ആളുകളുടെ ചിന്താഗതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ എത്രത്തോളം മുസ്ലിമീങ്ങൾ നടത്തുന്ന വൃദ്ധസദനങ്ങളുണ്ട്. ഉണ്ടാകൂല എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ പള്ളി കമ്മിറ്റിക്കാര് തന്നെ പതി കൂടിയിട്ട് വൃദ്ധസദനം നാട്ടിലില്ലെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ഉപ്പാപ്പാരൊക്കെ റോഡിലാകൂന്ന് പറയേണ്ട ഗതികേട് നമ്മളെ നാട്ടിൽ വരൂല എന്ന് പറയാൻ കഴിയൂല. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്താ കാരണം എന്നറിയോ? പാശ്ചാത്യൻ ചിന്തക്കാരന്റെ മതവിരോധം കൊണ്ട്, പാശ്ചാത്യൻ ചിന്തക്കാരന്റെ മതവിരോധത്തിന്റെ ആശയങ്ങൾ കൊണ്ട്, അതുപോലെ നിരീശ്വരവാദികൾ പറയുന്ന ആശയം കേട്ടിട്ട് ഇസ്ലാമിനോട് പുച്ഛം തോന്നുന്ന ചെറുതിയ പൊതുസമൂഹം. ഞങ്ങൾ പുതിയ ജനറേഷനാണ്, ന്യൂ ജനറേഷനാണ്. 6ാം നൂറ്റാണ്ടിൽ പറയുന്ന മതം പറയേണ്ട കാലല്ല എന്ന് പറയുന്ന സമൂഹമായി നമ്മളെ മക്കൾ വളർന്നു വന്നാൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല, വൃദ്ധസദനങ്ങൾ അധികരിക്കുമെന്നത് സംശയിക്കേണ്ടതില്ല. യൂറോപ്യൻ കൺട്രിയിൽ പോയവർക്കറിയാം, വൃദ്ധസദനങ്ങൾ വേണ്ടതുപോലെ ഇംഗ്ലീഷ് മീഡിയങ്ങൾ പോലെ ലഭ്യമാണ്. എന്താ കാരണം എന്നറിയോ? കുറച്ച് പ്രായമായ ബാപ്പയായാൽ, പ്രായമായ ഉമ്മയായാൽ, അവിടെയുള്ള പുതിയ വീട്ടുകാരുണ്ടല്ലോ, ഏത് വീട്ടുകാരി? ഇതുവരെ പോറ്റി വളർത്തിയ സ്വന്തം ബാപ്പയുണ്ടല്ലോ, സ്വന്തം ഉമ്മയുണ്ടല്ലോ, വിവാഹം കഴിഞ്ഞ മകന് തടസ്സമാണ് കേട്ടോ. അവരുടെ പല കിന്നാരങ്ങൾക്കും മുടക്കമാണ് കേട്ടോ. ഇതിന്റെ പേരിൽ സ്വന്തം ബാപ്പ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് സ്വന്തം ബാപ്പാനെ ഇറക്കി വിട്ടിട്ട് കൊണ്ടുപോയി സ്വന്തം ഉമ്മാനെ വൃദ്ധസദനത്തിൽ ചേർക്കുന്ന വിവരദോഷികളില്ലേ, ചിന്തയില്ലാത്തവരില്ലേ? പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്തൊരു നല്ല ആശയമാണ്. ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്നവനുണ്ടോ?